ക്രിസ്മസ് എക്സാമിന് ശേഷം ഇനി എന്ത്? ഇനി നമ്മുടെ കയ്യിൽ ഫൈനൽ എക്സാം ആണ് മക്കളെ. അപ്പോൾ എൻ്റെ 9ാം ക്ലാസ്സിലെ മക്കളെ സെറ്റാക്കണ്ടേ? അപ്പോൾ വെൽക്കം ടു എജുപോർട്ട്, ഇറ്റ്സ് മീ അസ്ലം. മക്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കെമിസ്ട്രിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മക്കൾക്ക് ക്രിസ്മസ് എക്സാം എന്ന് പറയുമ്പോൾ ചിലവർക്ക് റെഡി ആയിട്ടുണ്ടാവും, ചിലവർക്ക് റെഡി ആയിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും ഓണം എക്സാമിനേക്കാളും സിമ്പിളായിരുന്നു നിങ്ങളുടെ ക്രിസ്മസ് എക്സാം എന്ന് പല കുട്ടികളും എന്നോട് പറഞ്ഞു. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, വരാനുള്ളത് വരും, പോവാനുള്ളത് പോവും. ഇനി നമ്മുടെ കയ്യിൽ ഫൈനൽ എക്സാം ഉഷാറാക്കുക എന്നുള്ളതാണ്. 2026 ഈ വർഷത്തിൽ നിങ്ങൾ 10ാം ക്ലാസ്സിലേക്കുള്ള ചുവടപ്പ. അപ്പോൾ ഈ ഒരു ചുവടുവെപ്പിൽ അസ്ലം സാർ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്, നിങ്ങളുടെ 9ാം ക്ലാസ് സെറ്റാക്കിക്കോളി, നിങ്ങൾക്ക് 10ാം ക്ലാസ് എന്താക്കുക, സെറ്റാക്കുക. അപ്പോൾ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാലേ നിങ്ങളുടെ 10ാം ക്ലാസ് എന്താവുള്ളൂ, സെറ്റാവുള്ളൂ. അപ്പോൾ ഓൾറെഡി എൻ്റെ മക്കൾ 9ാം ക്ലാസ്സിൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിയിട്ടുണ്ടോ? ഇനി വാങ്ങാത്തവർ വിഷമിക്കണ്ട, ഇനിയുണ്ട് ടൈം. അപ്പോൾ 9ാം ക്ലാസ്സിൽ ഇനി നമുക്ക് എന്ത് ചെയ്യുക, നന്നായിട്ട് നല്ല രീതിയിൽ പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ എന്താക്കുക, അടിച്ച് പൊളിച്ച് എന്ത് ചെയ്യുക, മാർക്ക് വാങ്ങാൻ പറ്റും. ഫുൾ A+ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ ഇനി ഫൈനൽ എക്സാമിന് വരുന്ന ഭാഗങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ കണ്ടന്റിലേക്ക് പോവാം. മക്കളെ, നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ 7 ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിന് മുന്നത്തെ വർഷമൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾക്ക് സിലബസ് മാറിയത് കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തിൽ തന്നെ അത്യാവശ്യം കുറേ മാറ്റങ്ങൾ വന്ന ഒരു പുസ്തകമാണ് 9ാം ക്ലാസ്സിൽ. അതിൽ നിങ്ങൾക്ക് ടോട്ടൽ പറയുകയാണെങ്കിൽ 8 ചാപ്റ്ററാണ് നിങ്ങൾക്കുള്ളത്. 8ാം ക്ലാസ്സിലെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം 6 ചാപ്റ്റർ ഉള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 8 ചാപ്റ്റർ ഉണ്ട്. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 7 ചാപ്റ്ററും. എന്നിരുന്നാലും ഇതിൽ ഏറ്റവും കൂടുതൽ ചാപ്റ്റർ വരുന്നത് 9ാം ക്ലാസ്സിലാണ്, 8 ചാപ്റ്റർ. പക്ഷെ നമുക്കത് പ്രശ്നമാണോ? അല്ല, നമ്മളത് സെറ്റാക്കി എടുക്കും അല്ലേ. അപ്പോൾ 7 ചാപ്റ്റർ ഉള്ളിടത്ത് കഴിഞ്ഞ വർഷത്തെ പുസ്തകന്മാരോട് കൂടി 8 ചാപ്റ്ററായി. ബട്ട് ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നമുക്കതൊരു പ്രോബ്ലം ആക്കി എടുക്കേണ്ട കാര്യമല്ല അല്ലേ. അപ്പോൾ നോക്കുക, ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ഘടന. ഇതൊക്കെ മക്കൾ ഓണം എക്സാമിന് നല്ല രീതിയിൽ പഠിച്ചെടുത്തിട്ടുണ്ടാവും. പിന്നെ 2ാമത്തെ ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, പിന്നെ 3ാമത്തെ ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. ഇവിടെ നിന്നായിരുന്നു നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നത്. കെമിക്കൽ ബോണ്ടിങ്ങും അതുപോലെ തന്നെ റിഡോക്സ് റിയാക്ഷൻസ് അഥവാ റിഡോക്സ് പ്രവർത്തനം. പിന്നെ നിങ്ങൾക്ക് പഠിച്ചതാണ് കെമിക്കൽ കൈനറ്റിക്സ്. ഇതും നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരുന്നു, രാസഗതികം. പിന്നെ സൊല്യൂഷൻസ് വരെ ആയിരുന്നു, സൊല്യൂഷൻസിൻ്റെ പകുതി വരെ ആയിരുന്നു നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരുന്നത്. ഓക്കെ, അതും മാസ് പെർസെൻറ്റേജ് വരെ. ഇനി നിങ്ങൾ പഠിക്കേണ്ടതുള്ള കാര്യങ്ങളാണ് നമ്മൾ നന്നായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോ, ഈ ഒരു 3 ചാപ്റ്ററിനേക്കാരം നിങ്ങളെ ഫൈനൽ എക്സാമിന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരിക. അത്യാവശ്യം ഒരു 50 or 60% അല്ലെങ്കിൽ 60% തന്നെ പറയാം, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക ഈ 3 ചാപ്റ്ററിനേക്കാരം. ഏതൊക്കെയാണ് ചാപ്റ്റർ? സൊല്യൂഷൻസ്, ലായനികൾ, അത് മുഴുവനായിട്ട് ചോദിക്കും. പിന്നെന്താണ്? നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ അലോഹങ്ങളെന്ന് പറയും. ലാസ്റ്റ് ചാപ്റ്ററാണ് ഓർഗാനിക് കെമിസ്ട്രി, കാർബണിക രസതന്ത്രം എന്നൊക്കെ പറയും. ഇത് 10ാം ക്ലാസ്സിലേക്കുള്ളതാണ്. അപ്പോൾ മക്കൾ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ സൊല്യൂഷൻസ് അസ്ലം സാർ ഒന്ന് മൊത്തത്തിൽ എല്ലാ ചാപ്റ്ററിലും ഇനി നമ്മളെ ഫൈനൽ എക്സാമിനുള്ള മൊത്തത്തിലൊന്ന് ഓടിച്ചു വിടുകയാണ്. എന്താടാ സൊല്യൂഷൻസിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? സൊല്യൂഷൻ പഠിക്കാണ്ട്, അതായത് സൊല്യൂട്ടും സോൾവെൻറ്റും കൂടിയിട്ടാണ് സൊല്യൂഷൻ ഉണ്ടാവുക എന്നുള്ളത്. ലീനം പ്ലസ് ലായകം ഗീസ് ലായനി ഉണ്ടാവുന്നത്. പിന്നെ കോൺസെൻട്രേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ഗാഢത, അളവ് കൂടുന്നതിനനുസരിച്ച് ഗാഢത കൂടുന്നൊക്കെ എൻ്റെ മക്കൾ പഠിച്ചതാണ്. പിന്നെ മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അതുവരെ ആയിരുന്നു നിങ്ങളെ ക്രിസ്മസിന് ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ടുള്ളത് എന്താ ചോദിക്കുകയാണെങ്കിൽ നിർബന്ധമായി നിങ്ങൾ എക്സാമിന് ചോദിച്ചിരിക്കും സാച്ചുറേറ്റും അൺസാച്ചുറേറ്റും സൂപ്പർ സാച്ചുറേറ്റും, പൂരിത ലായനി, അപൂരിത ലായനി, അതിപൂരിത ലായനി. അതൊക്കെയാണ് ഇനി നിങ്ങളുടെ ഫൈനൽ എക്സാമിന് വരിക. പിന്നെ ട്രൂ സൊല്യൂഷനെ കുറിച്ച് പഠിക്കാണ്ട്, കൊളോയിഡിനെ കുറിച്ച് പഠിക്കാണ്ട്, സസ്പെൻഷനെ കുറിച്ച് പഠിക്കാണ്ട്, യഥാർത്ഥ ലായനി, കൊളോയിഡ്, സസ്പെൻഷൻ. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ പഠിച്ച സംഗതി തന്നെയാണ്. നിങ്ങളെ സിലബസ് 8ാം ക്ലാസ്സിൽ ഇക്കൊല്ലം മാറിയിട്ടുണ്ടെങ്കിലും ഇത് ഏകദേശം നിങ്ങൾ 8ാം ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിഷയം തന്നെ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അതിൽ പാർട്ടിക്കിൾസൊക്കെ സെറ്റിൽ ഡൗൺ ആവാതൊക്കെ ഉള്ള പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. അത് 2 മാർക്കിനൊക്കെ വരുള്ളൂ. പിന്നെ മക്കളെ, നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് 7ാമത്തെ ചാപ്റ്റർ, നോൺ മെറ്റൽസ് അഥവാ ഹൈഡ്രജൻ, ഓക്സിജൻ, ഓസോൺ, നൈട്രജൻ, കാർബൺ, ക്ലോറിൻ. ഇവരെക്കുറിച്ച് പഠിക്കുകയാണ്.
ഇവരുടെ ഫീച്ചേഴ്സ്, ഇവരുടെയൊക്കെ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഇവരുടെ എയറിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നൊക്കെ ഉള്ളതാണ് ആ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ടൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്, മക്കളത് കാണണം കേട്ടോ. പിന്നെ മക്കളെ അങ്ങനെയൊക്കെ പഠിക്കാനുള്ളത് ലാസ്റ്റ് ചാപ്റ്ററാണ്, അഥവാ ഓർഗാനിക് കെമിസ്ട്രി. ഇത് പല സ്കൂളിലും ഇപ്പോൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ, ചിലവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിരുന്നാലും ഈ ചാപ്റ്റർ നന്നായി പഠിക്കുക. അടുത്ത 10ാം ക്ലാസ്സിൽ ഫസ്റ്റത്തെ 2 ചാപ്റ്ററിൽ ദയിക്കാരം ഏതാ മക്കളെ 10 പേര് പഠിക്കാനുണ്ട്. മീത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നൊണ്ണ്, ഡക്ക്, ഇങ്ങനെ 10 പേര് പഠിക്കാനുണ്ട്. അതിന് ശേഷം ഇതിൻ്റെയൊക്കെ നെയിമിംഗ് ആണ്. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഇത് സാച്ചുറേറ്റ് ആണ്, ഇത് രണ്ടും അൺസാച്ചുറേറ്റ് ആണ്. അതായത് ഒന്നാമത്തെ പൂരിതമാണ്, രണ്ടാമത്തെ രണ്ടും അപൂരിതമാണ്. അതൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് തരും കേട്ടോ. പിന്നെന്താ നമുക്ക് പഠിക്കാനുള്ളത്, സൈക്ലിക് കോമ്പൗണ്ട്സ് അഥവാ വലിയ സംയുക്തം, പിന്നെ കോളിനെ കുറിച്ച് പഠിക്കാണ്ട് കൽക്കരി, പിന്നെ CNG-യെക്കുറിച്ചും LPG-യെക്കുറിച്ചും. അതോടുകൂടി നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററും 8ാമത്തെ ചാപ്റ്ററും കഴിയും. അപ്പോൾ മക്കളെ സിമ്പിൾ അല്ലേടാ. അപ്പോൾ അസ്ലം സാർ എക്സാമിന് ആഫ്റ്റർ എക്സാം ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ഭാഗമാണ് ഡിസ്കസ് ചെയ്ത് തന്നത്. അപ്പോൾ എൻ്റെ മക്കൾ നല്ല രീതിയിൽ പഠിക്കുക. ഇനി മക്കളെ ഇതൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൂസ്റ്റർ ബാച്ചൊക്കെ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ എജുപോർട്ടിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടെങ്കിൽ മക്കൾ നിങ്ങൾക്ക് സെറ്റാക്കി തരും. അപ്പോൾ ആരെങ്കിലും ഇനി ആപ്പിലേക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ഉണ്ട് അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ. മക്കൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. മക്കളെ ക്രിസ്മസ് എക്സാമൊക്കെ സെറ്റാണ്. ഇനി ഫൈനൽ എക്സാം സെറ്റാക്കുന്നുണ്ടെങ്കിൽ മക്കൾ താഴെ സെറ്റ് എന്ന് കമൻറ്റ് എടുത്തിട്ടൊന്ന് ഫയർ അടിക്കുക. ഓക്കേടാ, സിയുടാ, ബൈ.